അപ്പൊ ഒന്ന് മെനപ്പോയി. വേഗം പൊക്കു കീറിപ്പൊക്കു. അല്ല ഓരോടെ നോക്കിയതാട്ടോ. ആള് ഭയങ്കര സൂത്രക്കാരിയാണ്, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. എന്നെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പറ്റിച്ചിട്ട് ബാക്കിയാണ് ഇന്നത്തെ കല്യാണം. 10 വർഷം മുന്നേ എന്റെ ഫോണിൽ നിന്ന് കോളുകൾ പോയിക്കൊണ്ടിരുന്നു. അത് ഞാൻ പിടിച്ചു. ഫസ്റ്റ് ടൈം എൻ്റെ അങ്കിളിന്റെ വീട്ടിൽ വെച്ചാ കാണുന്നത്. ഹൗസ് വാമിങ്ങിന് 10 years ബിഫോർ അന്ന് കണ്ടു. അപ്പോൾ ആൻറ്റിയുടെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ ചാറ്റായി, അങ്ങനെ മീറ്റപ്പായി, അത് റിലേഷനായി. പിന്നെ ആഫ്റ്റർ 10 years ഇങ്ങനെയായി, കല്യാണമാണെന്ന്. ആദ്യമൊക്കെ അമ്മയ്ക്കും അപ്പയ്ക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് എവിടം വരെ എത്തും എന്നുള്ളൊരു ടെൻഷൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനുമായിട്ട് ഫോണിൽ കൂടി സംസാരിച്ചു. പിന്നെ അവനെ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും പപ്പയ്ക്കും ഓക്കെ ആയിരുന്നു. അവൻ്റെ സ്വഭാവമാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇങ്ങനെ എന്താണെന്നൊക്കെ അറിയില്ല. ഞങ്ങളാകെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പേടിച്ചു. പക്ഷെ ആള് ഭയങ്കര നല്ല കുട്ടിയാണ്. പുള്ളി ഒരു നല്ല വൈബാണ്. പുള്ളി എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഒരു പെർഫെക്ഷനോടെ ചെയ്യാനാണ്. ഭയങ്കര മെച്യൂർഡാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവനാണ്. ഈവൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ട് ഞാൻ അവനെ വിളിച്ച് ചോദിക്കുന്നത്. ഡിക്ഷണറി വലിയ അവസാനം ചെന്നെത്തുന്നത് അവൻ്റെ അടുത്തേക്കായിരിക്കും. അമ്മയാണ് അതറിഞ്ഞ്. പിന്നെ പപ്പ അറിഞ്ഞു. അപ്പോഴും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പപ്പ ആദ്യമൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു നമുക്ക് അവളുടെ മനസ്സ് പറിച്ചിട്ട് വേണ്ട, ഓക്കെ പറയാന്ന് പറഞ്ഞു. അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അവളെന്ന് വെച്ചാൽ ജീവന. പിന്നെ അവളുടെ ഇഷ്ടത്തിന് ഞങ്ങള് സമ്മതം മൂളി. അങ്ങനെ അത് ഇന്ന് 10 വർഷത്തിന് ശേഷം പൂർത്തീകരണമാണ്. ലൈഫിൽ കിട്ടിയ ഏറ്റവും ഒരു വലിയൊരു ഫ്രണ്ടാണ്. അത് എന്ത് പറഞ്ഞാലും എൻ്റെ എല്ലാ ക്രൈസിസിലും എൻ്റെ കൂടെ ഉണ്ടായ ഒരാളാണ്. സോ എന്ന് അവളെ കല്യാണമാണ്. ഞാൻ കുറച്ച് ഇമോഷണൽ ആവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല.